ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന പായസം ഏതാന്ന് വെച്ചാൽ അതിനൊരൊറ്റ ആൻസർ ഉണ്ടാവുള്ളൂ, സേമിയ പായസം. അപ്പൊ നല്ല അടിപൊളി സദ്യ സ്പെഷ്യൽ സേമിയ പായസം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം കുറച്ച് നെയ്യിൽ വേർമിസ്ലി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ റോസ്റ്റഡ് വേർമിസ്ലി ആണ് യൂസ് ആക്കുന്നത്, പക്ഷെ ആ റോ ടേസ്റ്റ് മാറാനാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. റോസ്റ്റ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ യൂസ് ആക്കുന്നതൊക്കെ തേങ്ങ എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡിന്റെ ബൗൾസ് ആൻഡ് സ്പൂൺസ് ആണ്. ഇത് ആക്ച്വലി നമ്മൾ ആവശ്യമില്ല എന്ന് പറഞ്ഞ കളയുന്നത് നമ്മുടെ ചിരട്ടയില്ലേ, കോമൺ ഷെൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ആണ്, നല്ല ഫിനിഷിങ്ങും നല്ല ലാസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ്. ഞാൻ ഒരു പേജ് ഒന്ന് ടാഗ് ചെയ്തിരിക്കാം, നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പൊ നമ്മുടെ വേർമിസ്ലി ഒരു 75% ഒന്ന് കുക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഹോൾ മിൽക്ക് യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി പാലിന്ന് കുറുകി വരുമ്പോൾ ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാം. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 1 കപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല മിക്സ് ചെയ്തൊന്ന് മെൽറ്റ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ ഏലക്ക ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് മിൽക്ക് പൗഡർ പാലിലോ വെള്ളത്തിലോ മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഒരല്പം ടേസ്റ്റ് കൂടുതലായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. ഇനി ഇതൊന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരല്പം ഭംഗി കൂട്ടാനായിട്ട് കുറച്ച് നെയ്യിൽ കാഷ്യൂം റൈസിൻസും ഫ്രൈ ചെയ്തും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പൊ നമ്മുടെ സദ്യ സ്പെഷ്യൽ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഡീറ്റെയിൽസ് ഞാൻ ക്യാപ്ഷനിൽ കൊടുക്കാവേ.